നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാമാഘ മഹോത്സവത്തിന്റെ യജ്ഞശാലയിൽ ഇന്നലെ പുരാതനമായ കളരി അക്ഷരക്കാൽ പൂജ ദർശിച്ച ഭക്തർക്ക് അപൂർവ ആത്മീയ അനുഭവമായി. സങ്കല്പ ധ്യാനത്തിൽ നടത്തിയിരുന്ന ഈ ഉപാസനയും പൂജയും കേരളത്തിൽ ഇതാദ്യമായാണ് പൊതുവായി അനുഷ്ഠിക്കുന്നത്. വിനോദ് വൈദ്യരായിരുന്നു ആചാര്യൻ. വിനോദിന്റെ മകളും ലോക സിനിമയിലെ കുഞ്ഞു ചന്ദ്രയെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ദുർഗാ സി വിനോദും പൂജയുടെ ഭാഗമായിരുന്നു. സ്വാമി ആനന്ദവനം ഭാരതി, സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവ എന്നിവയുടെ സാന്നിധ്യത്തിലായിരുന്നു പൂജ. യുദ്ധമുറ സമ്പ്രദായത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് കളരി അക്ഷരക്കാലിനെ കുറിച്ച് വിനോദ് വൈദ്യൻ വിശദീകരിച്ചു. പഞ്ചഭൂത ശക്തികളെ ഇവിടെ ആവാഹിച്ച് സങ്കല്പ ധ്യാനപ്രകാരമാണ് ഇത് ചെയ്തു വന്നിരുന്നത്. പക്ഷേ ഇത് സാധാരണക്കാരിലേക്കും എത്തണം, ശക്തി അവരിലേക്കും എത്തണമെന്ന അഭിപ്രായം വന്നു. എല്ലാവർക്കും ഹിതമാകുന്നത് എന്തെന്ന് നോക്കി അതിൽ 4/1 മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. 15 സ്വരാക്ഷരങ്ങളും പ്രണവും ചേർന്ന് 16 അക്ഷരങ്ങളെയാണ് പൂജ ചെയ്തത്. ഓരോ അക്ഷരത്തിനും ഓരോ കളം ചവിട്ടി ഇത് 3 തരത്തിലാണ് ചെയ്യുക. ഗുരുക്കൾക്കും പിതൃക്കൾക്കും ശൈവഭാവത്തിനും പൂജ നടത്തുന്നു. കളരിയിൽ വസിക്കുന്ന ദേവതകളെയാണ് രണ്ടാമത് പൂജിക്കുക. കളരിയിൽ 9 ദേവതകളാണ് വസിക്കുന്നത്. 3 ദേവതമാരെ കൂടെ സങ്കല്പിച്ച് 12 കളങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഭുവനേശ്വരി, കളരിയുടെ അധിപയായ ദേവത വാഗ്ദേവത. അർദ്ധനാരീശ്വര ശക്തിയെ ഉണർത്തിയ ശേഷം ആ ശക്തിയിലേക്ക് 108 ഔഷധ കൂട്ടുകൾ കൂടി ചേർക്കും. ഇവിടെ ഏകാഗ്രമായി നിൽക്കുന്നവർക്കെല്ലാം സൗഖ്യം ലഭിക്കുന്ന തരത്തിലാണ് പൂജ ആവിഷ്കരിച്ചത്. വിനോദ് വൈദ്യർ വിശദീകരിച്ചു. പിന്നീട് ദുർഗയും വിനോദ് വൈദ്യരുടെ മറ്റു ശിഷ്യരും യജ്ഞശാലയിൽ കളരിപ്പയറ്റും അവതരിപ്പിച്ചു. തിരുനാവായിലെത്തുന്ന ലക്ഷങ്ങൾക്ക് കരുതലായി സേവാഭാരതി. സേവാഭാരതിയുടെ 250 വോളണ്ടിയർമാരാണ് യജ്ഞഭൂമിയിൽ കർമ്മനിരതരായിട്ടുള്ളത്. കുടിവെള്ളം, ആംബുലൻസ് സേവനം, പ്രഥമ ശുശ്രൂഷ, ഇൻഫർമേഷൻ സെന്ററുകൾ, അന്നപ്രസാദ വിളമ്പൽ, ഊട്ടുപുരയിലെ സഹായം, പ്രസാദം തയ്യാറാക്കൽ, ഗതാഗത നിയന്ത്രണം, സുരക്ഷ തുടങ്ങി സർവ്വമേഖലയിലും സേവാഭാരതിയുടെ പ്രവർത്തകരുമുണ്ട്. മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയെ തിരുനാവായിൽ ആചാരപ്രകാരം പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, ബ്രഹ്മശ്രീ സുധീർ നമ്പൂതിരിപ്പാട് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. അധ്യാത്മികതയും ജീവിതവും രണ്ടല്ല എന്നാണ് അമ്മ പറയുന്നത്. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് യുവാക്കളിൽ വലിയൊരു പരിവർത്തനം വരുത്താൻ കുംഭമേള പോലെയുള്ള ഇത്തരം സംഗമങ്ങൾക്ക് സാധിക്കുമെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും എല്ലാവരും തയ്യാറാവണം. പ്രകൃതിയെ ആരാധിക്കാനാണ് ഇത്തരം മഹാസംഗമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെന്നും സ്വാമിജി പറഞ്ഞു. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കുന്ന മഹാമാഘ കുംഭമേളയോടനുബന്ധിച്ചുള്ള അന്നദാന മഹായജ്ഞത്തിന് 5 ലക്ഷം രൂപ സമർപ്പിച്ച് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക KHNA സനാതന ധർമ്മ സേവന പാരമ്പര്യത്തിൽ ഒരു ചരിത്ര പദവി കൈവരിച്ചു. വടക്കേ അമേരിക്കയിലെ മലയാളി ഹിന്ദു സമൂഹത്തിന്റെ ആത്മാർത്ഥമായ സഹകരണത്തിലൂടെ വ്യക്തമായ ദർശനവും ദൃഢനിശ്ചയവുമുള്ള നേതൃത്വത്തിലൂടെയുമാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ തുക സമാഹരിക്കാൻ സാധിച്ചതെന്ന് സംഘടനാ നേതൃത്വം അറിയിച്ചു. ഈ ആദ്യ സമർപ്പണം KHNAയുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തെയും ധാർമ്മിക സേവനങ്ങളോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും പ്രതിനിധീകരിക്കുകയാണെന്ന് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. മഹാമാഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനുവരി 19 മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുമായി ചേർന്ന് KHNA സംഘടിപ്പിച്ച വെബിനാറിലാണ് അന്നദാന പദ്ധതിയിലെ സംഘടനയുടെ പങ്കാളിത്തവും ആദ്യ സംഭാവനയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തുടക്കം മുതൽ ലഭിച്ച അഭൂതപൂർവമായ സാമൂഹിക പിന്തുണ ഏറെ പ്രചോദനകരമാണെന്നും ഈ സഹകരണം തുടർന്നും ശക്തമാക്കുമെന്ന പ്രതീക്ഷയും KHNA നേതൃത്വം പങ്കുവച്ചു. ധർമ്മത്തിലൂടെ സേവനത്തിലൂടെയും സമൂഹമാറ്റം എന്ന ദർശനവുമായി മുന്നോട്ടു പോകുന്ന KHNA ഈ അന്നദാന മഹായജ്ഞത്തിലൂടെ കൂടുതൽ ഹൃദയങ്ങളെ സ്പർശിക്കുമെന്നും കൂടുതൽ ആളുകളെ ഈ മഹാദൗത്യത്തിലേക്ക് ആകർഷിക്കുമെന്നും സംഘടനാ നേതൃത്വം ആത്മവിശ്വാസത്തോടെ അറിയിച്ചു.
അങ്ങോട്ട് നേരെ വലത്തിറക്കി സൂചിക്കരുത്തി ഉയർന്ന വലുതെടുത്ത് പക്ഷിക്കാലിൽ നിന്ന് ഇടതുകാലടിച്ച് മത്സ്യോട് വിലമർന്ന് വലത്തിറക്കി എടുത്തർത്തോതിനും ഉയർത്തി ഊഴ്ന്നിറങ്ങി സിംഹത്തിൽ പതുങ്ങി തൂത്തി ഭൂമിയടങ്ങി ഉയർന്ന് ഉച്ചോടിൽ അങ്കാണുക സമൂഹത്തിൽ നിന്ന് കൈകൊട്ടിക്കൂപ്പി കൈക്കേർ നോക്കി ഇടതുവള്ള ഉറുതിയിൽ തൊട്ട് ഗജത്തുമ്പിയിൽ നൂഴ്ന്നിറങ്ങി ഗജോടി വിലമർന്ന് ഇടതെടുത്ത് പക്ഷിക്കാലിൽ നിന്ന് വലത് കാലോടിച്ച് മത്സ്യോടെ വിലമർന്ന് ഇടത്തിറക്കി എടുത്തർത്തോതിനും ഉയർത്തി നൂഴ്ന്നിറങ്ങി സിംഹത്തിൽ പതുങ്ങിയുയർന്നു തൂത്തി ഭൂമിയാണെങ്കിൽ ഗുരുവന്തരം ഉയർന്ന് ഉച്ചോടി കൈകൊട്ടിക്കൂപ്പി വലത് വെള്ളം ഗജതുമ്പിയിൽ നൂർന്നിറങ്ങി ഗജവടി വിലമർന്ന് വലതെടുത്ത് പക്ഷിക്കാലിൽ ഇടത് കാലോടിച്ച് മത്സ്യോടി വിലമർന്ന് വലത്തിറക്കി എടുത്തർത്തോതിനും